ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ജാർഖണ്ഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജാർഖണ്ഡിൽ നമ്മുടെ ഇവിടെ സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നപ്പോ ഇൻസ്റ്റാഗ്രാം മുഴുവനും സോനം വാങ്ചുക്കിന്റെ ജീവൻ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ജാർഖണ്ഡിൽ കഴിഞ്ഞ ദിവസം അവിടെ നിരാഹാരം കിടന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ജീവൻ മോശം, അതായത് ജീവഹാനി ഉണ്ടാകുമെന്ന് കണ്ട് ആ വിദ്യാർത്ഥിയെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ആ വിദ്യാർത്ഥിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാർഖണ്ഡിന്റെ പാർലമെന്റ് ഇന്ന് വളയുകയാണ്. അപ്പൊ പാർലമെന്റ് വളയാനായിട്ട് ഇറങ്ങിയ ജനക്കൂട്ടത്തെ കണ്ട് അവിടെയുള്ള ഹേമന്ത് സോറൻ അടക്കമുള്ള ആൾക്കാർ ഞെട്ടിയിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഇവര് പോകുന്നത് കയ്യിൽ ഇന്ത്യയുടെ പതാകയുമായിട്ടാണ് ഇവര് പോകുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ആസാദി സ്ലോഗൻ വിളിക്കാനെത്തിയ AISF ആണെന്ന് തോന്നുന്നു, അതെ AYF, അതിന്റെ നേതാവിന്റെ മുഖത്ത് മഷി ഒഴിക്കുന്ന നേഹ, അവരെ മുഖത്ത് മഷി ഒഴിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ നമ്മുടെ കേരളത്തിന് പൊള്ളി. അപ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ജാർഖണ്ഡിലെ വാർത്ത എടുത്തു തുടങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ കുട്ടി സഹാവിന്റെ മുഖത്ത് മഷി ഒഴിച്ചപ്പോഴാണ് ഇവര് ആ വാർത്ത എടുക്കുന്നത്. അവര് ആ വാർത്ത കൊടുത്തത് എങ്ങനെയാണ്? ജാർഖണ്ഡിൽ ഈ സഖാവിന് നേരെ ആക്രമണം, അട്രോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത അവർ കൊടുത്തത്. അതേസമയം ജന്തർ മന്ദറിലെ വാർത്ത ഇവർ കൊടുക്കുന്നത് എങ്ങനെയായിരുന്നു? ജന്തർ മന്ദറിലെ വാർത്ത എന്ന് പറയുന്നത് അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ ആർക്ക് നേരെ മഷി ഒഴിച്ചാലും, പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിച്ചാലും, അവിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചാലും ഇവര് വിദ്യാർത്ഥികളുടെ ഒരു വശം മാത്രമേ കാണിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ കുട്ടി സഖാവ് ഈ സമരം ഹൈജാക്ക് ചെയ്യാൻ എത്തിയപ്പോ കാരണം ഈ ഐഷി ഘോഷ്, നേഹ ബോറ എന്ന് പറയുന്ന ഈ സഖാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും ഒരു വിലയുമില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഈ കമ്മ്യൂണിസം ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ ആൾക്കാർ ഇത് വാർത്തയാക്കിയിട്ട് വലുതായിട്ട് പെരുപ്പിച്ച് കാണിക്കുന്നത്. ഇവരെ ഒന്നും സത്യം പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഐഷി ഘോഷിന്റെ ഒക്കെ വാർത്തയൊക്കെ കാണുമ്പോണ്ടല്ലോ, ഞാൻ വിചാരിക്കും, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വലിയൊരു നേതാവ് ഭയങ്കരമായിട്ട് ഇതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. കേരളത്തിന്റെ പുറത്ത് ഉള്ള മാധ്യമങ്ങൾ ഇവരെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല, ഇവരെ വാർത്ത കവർ ചെയ്യുന്ന പോലും ഇല്ല എന്നുള്ളതാണ്. കേരളത്തിലാണെങ്കിൽ ഭയങ്കര കവറേജ് ആണ് ഇവർ, കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുകയാണ്. ആ പ്രൊട്ടസ്റ്റിന്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കാണിക്കുന്നില്ല. ജാർഖണ്ഡ് നിയമസഭ വളയാൻ പോകുന്ന ആ വിദ്യാർത്ഥികളുടെ വിഷ്വൽസ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏനയുടെ വിഷ്വൽസ് ആണ്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ സമരമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹുരസമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് നേരെ അവരെ അടിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് നേരെ പീരങ്കി ഉണ്ടാക്കി നിർത്തിയാലോ ഒരു വലിയ ഭരണകൂട ഭീകരതയാക്കും. പക്ഷേ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന വിഷ്വൽസ് ഇപ്പോ നാഷണൽ മീഡിയാസ് എല്ലാം ഇന്ന് അതിഭീകരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന വിഷ്വൽസ് ആണിത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവര് വളരെ സമാധാനപരമായിട്ട് ഇന്ത്യയുടെ ഫ്ലാഗും കൊണ്ടാണ് അവർ സമരം ചെയ്യാനായിട്ട് പോയത്. അതും പോട്ടെ. ഇനി നമ്മുടെ മാധ്യമങ്ങളുടെ മറ്റൊരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സമരത്തിന് വരുന്ന ആൾക്കാർ, അത് ആരും ആയിക്കോട്ടെ, പ്രത്യേകിച്ച് കർഷകരായിക്കോട്ടെ, ഈ കർഷകരൊക്കെ ശംഭു അതിർത്തിയിലോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരൊക്കെ വളരെ വിഷമത്തോടു കൂടിയും വളരെ ജിജ്ഞാസയോടു കൂടിയും ഇത് ഹിറ്റ്ലറുടെ ഭരണത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കർഷകരെ തടയാൻ പോവുകയാണ്. കർഷകരല്ലേ അവരെ തടയുകയാണ്. എങ്ങനെയാണ് കർഷകരെ തടയുന്നത്? അതുപോലെയാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലും. വിദ്യാർത്ഥികളെ തല്ലാൻ പോവുകയാണ്. മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ മുളവടിയില് ലാത്തിയില് ആണിയൊക്കെ വെച്ച് വിദ്യാർത്ഥികളെ തല്ലാൻ പോവുകയാണ്. വിദ്യാർത്ഥികളെ തല്ലാൻ പോവുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഈ SFI കാര്യന്മാര് വിദ്യാർത്ഥികൾ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വരുമ്പോ ഈ ആണിയുള്ള ഈ ബാരിക്കേഡ് കൊണ്ടുവയ്ക്കും. അത് ഈ തൊട്ടാൽ തന്നെ കൈമുറിഞ്ഞു പോകും. അതൊക്കെ കൊണ്ടുവയ്ക്കും. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. ഇതേ ബാരിക്കേഡാണ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് വിദ്യാർത്ഥികളെ തല്ലാൻ പോവുകയാണ്, ബാരിക്കേഡ് വെച്ച് മറക്കുകയാണ്. നിങ്ങൾ നോക്കൂ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇതെന്താ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ആവശ്യം എന്താ? തല്ലാൻ പോവുകയാണ് എന്നുള്ളത്. വിദ്യാർത്ഥികളുടെ തലയടിച്ചു പൊളിക്കാൻ പോവുകയാണ് എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം BJP പോലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് നോക്കൂ, ആ ബാരിക്കേഡ് വെച്ചിട്ട് ആ ബാരിക്കേഡില് മുള്ളുവേലി തറച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ വിഷ്വൽസ് ആണ്. അത് വിദ്യാർത്ഥികൾ വന്ന് ആ ബാരിക്കേഡിൽ പോലും പിടിക്കാതിരിക്കാൻ ആ മുള്ളുവേലി അതിനകത്ത് തറച്ചു വെച്ചിരിക്കുന്ന ഇതുപോലെ ഇഷ്ടം പോലെ വിഷ്വൽസ് അവിടെ നിന്നും പുറത്ത് വരുന്നുണ്ട്. പോരാത്തതിന് വേറൊരു കാര്യം പറയാം. പെല്ലറ്റ് ഗൺ
പെല്ലറ്റ് ഗണ്ണുമായിട്ട് അവിടെ പോലീസുകാരും അവിടെ ആൾക്കാരും കറങ്ങുന്ന ആൾക്കാരെ മാധ്യമങ്ങൾ പോയി ചോദ്യം ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങൾ ഇത് പെല്ലറ്റ് ഗണ്ണല്ലേ, നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് പെല്ലറ്റ് ഗണ്ണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങളിട്ട വള്ളിക്കളസം, ഞങ്ങളിട്ട ബർമുട എന്നുള്ള ആ ഒരു ഇരട്ടത്താപ്പ് പാടില്ല എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഈ വിദ്യാർത്ഥി സമരം ഇത് ഏത് രീതിയിൽ പരിണമിക്കും? CJP ഈസ് മിസ്സിംഗ്, നമ്മുടെ തുക്കടെ തുക്കടെ ഗ്യാങ് ഈസ് മിസ്സിംഗ്, നമ്മുടെ കേരളത്തിലെ ഗോദി മീഡിയ എന്ന് വിളിക്കുന്ന ഒരു മീഡിയ ഉണ്ടല്ലോ, പല മീഡിയകളെയും, അവരും മിസ്സിംഗ് ആണ് ഇതിനകത്ത്. അങ്ങനെ പല ആൾക്കാരും ഇതിനകത്ത് മിസ്സിംഗ് ആണ്. രാഹുൽ ഗാന്ധി പിന്നെ പണ്ടേ മിസ്സിംഗ് ആണ്. എന്ത് തോന്നുന്നു? ഈ ജാർഖണ്ഡ് വിദ്യാർത്ഥി സമരത്തോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന 4ാമത്തെ എപ്പിസോഡാണിത്. ആ സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ ആ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നൊരു ചാനലാണിത്. അതിൽ അഭിമാനമുണ്ട്. എന്തായാലും ആ സമരം എന്ത് തന്നെ ആയാലും അതിനോടൊപ്പം തന്നെ നിൽക്കും അവസാനം വരെ എന്നുള്ള ഒരു നമ്മുടെ ഒരു എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ 4ാമത് എടുക്കുന്നത്. ദയവായിട്ട് ഇത് കാണുന്ന രക്ഷകർത്താക്കളെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജെൻസി ആയിട്ടുള്ള കുട്ടികളെ ഈ വീഡിയോ തീർച്ചയായും കാണിക്കണം. കാരണം ഇതാണ് യഥാർത്ഥ ജെൻസി സമരം. കാരണം എല്ലാ സമരങ്ങൾക്കും ഒരു പവറുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിരാഹാര സമരം കിടന്നുകൊണ്ടാണ് ഗാന്ധിജി ഒരു വലിയ സമരമാർഗം തുറന്നത്. അദ്ദേഹം കൈക്കരുത്തിന്റെയോ മെയ്ക്കരുത്തിന്റെയോ ഒരു ഭാഗമായി മാറിയില്ല. അതുകൊണ്ടാണ് സമരങ്ങൾക്കെല്ലാം ഒരു പവറുണ്ട്. ഇവിടെ ദില്ലിയിൽ നടന്ന സമരത്തിന്റെ വിഷ്വൽസ് എല്ലാവരും കണ്ടതാണ്. പോലീസുകാരെ ആക്രമിക്കുന്നു, തെറി വിളിക്കുന്നു, കല്ലെറിയുന്നു, അഴിഞ്ഞാടുന്നു, അങ്ങനെ എല്ലാ രീതിയിലും ഭീഭത്സമായ ഒരു സമരമായിരുന്നു. ജാർഖണ്ഡിൽ ഇത്രയും ദിവസമായി സമരം നടക്കും. ഒരു കല്ല് എവിടെങ്കിലും ആരെങ്കിലും എറിഞ്ഞത് നിങ്ങൾ കേട്ടോ? അതും ഈ പാറ്റകളുടെ CJP സമരത്തിന്റെ ഒരു 100 ഇരട്ടി പിള്ളേരുണ്ട് അവിടെ, ആൾക്കാരുണ്ട് ഈ ജാർഖണ്ഡില്. 100 ഇരട്ടി. അവരുടെ പ്രകടനത്തിന്റെ 7 അയലത്ത് വന്നിട്ടില്ല ഇവരുടെ പാർലമെന്റ് മാർച്ച്. ഇത് ഈ മാധ്യമങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പണി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ടറിയാം. ഈ ക്യാമറമാര് ആംഗിൾ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ 50 പേരെ 500 ആക്കി കാണിക്കാൻ പറ്റും. ഈ സിനിമാക്കാർ ടെക്നിക്കാണ്. നമ്മൾ ആംഗിൾ മാറ്റി പിടിച്ചാൽ നമുക്ക് തന്നെ പറ്റും. നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ ഒരു ചെറിയ പ്രകടനത്തെ ഇച്ചിരി ക്ലോസ് ആയിട്ട് എടുത്തിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഇത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 പേരുടെ പ്രകടനം നമുക്ക് തോന്നുന്നു ഒരു 100 പേരുണ്ടെന്ന്. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതല്ല, ഒറിജിനലാണ് ANA എടുത്തിരിക്കുന്നത്. കാരണം ANA സംബന്ധിച്ച് അവർക്ക് ഈ മൈലേജ് കൂടുന്ന കാര്യമില്ല, അതൊരു വാർത്താ ഏജൻസിയാണ്. അപ്പം ഈ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് നോക്കണം. അതിന്റെ ഒരു 100 ഇരട്ടി കുട്ടികൾ ഇവിടെ ഉണ്ട്. ആ കുട്ടികളാരും കല്ലെറിയുന്നില്ല, അവരാരെയും ചീത്ത വിളിക്കുന്നില്ല, മോശം ഒരു വാക്ക് പോലും പറയുന്നില്ല. ജാർഖണ്ഡ് എന്ന് പറയുന്നത് ദില്ലിയെ പോലെ അങ്ങനെ വലിയൊരു പ്രബുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികളൊന്നും അല്ല അവിടെ കിടക്കുന്നത്. 6 വിദ്യാർത്ഥികൾ അവിടെ നിരാഹാരം കിടക്കുന്നത് കണ്ട കഷ്ടം തോന്നിപ്പോ. ഒരു താർപ്പാ വിരിച്ചിട്ട് അതിനകത്ത് മൂടി പതച്ച് കിടക്കുകയാണ് ഈ പിള്ളേർ. ഈ രാത്രിയിലെ മഞ്ഞും മഴയും കാര്യങ്ങളും എല്ലാം ഏറ്റിട്ട് ഒരാളുമില്ല തിരിഞ്ഞു നോക്കാൻ. ആ കുട്ടികളെടുത്ത് എടാ നിങ്ങൾ എന്തിനാണ് ഈ നിരാഹാരം കിടക്കുക? അതും വിദ്യാർത്ഥികളല്ലേ, കുഞ്ഞുങ്ങളല്ലേ, അവരും വിദ്യാർത്ഥികളല്ലേ? അതോ വേറെ വല്ല എന്താ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ 2ാം കുടിയിലാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ അങ്ങനെയാണോ? അല്ല, അവരും വിദ്യാർത്ഥികളല്ലേ. ആ കുഞ്ഞുങ്ങൾ സമരം ചെയ്യുമ്പോൾ ചോദിക്കണ്ടേ അതിനകത്ത്? അല്ലാതെ ഒരു കുട്ടിക്ക് സീരിയസ് ആയി, അവൻ ആരോഗ്യനില ഭയങ്കരമായിട്ട് വഷളായപ്പോ ആ കുട്ടിയാണ് അവിടുന്ന് മാറ്റിയത്, വിദ്യാർത്ഥിയാണ് അവിടുന്ന് മാറ്റിയത്. എന്തു പറ്റി? ഈ സമരം നാൾക്കുനാൾ കൊടുമ്പിരി കൊണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ആ പരീക്ഷ റദ്ദാക്കി. അഴിമതി നടന്നു എന്ന് പറഞ്ഞ പരീക്ഷ റദ്ദാക്കി. ഇപ്പൊ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് മനുഷ്യ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് അവരാരും അവിടുത്തെ മന്ത്രി രാജിവെക്കണമെന്നല്ല പറഞ്ഞത്. ഇതിൽ അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കൂന്ന് അവർ പറഞ്ഞിട്ടില്ല, ഹേമന്ത് സോറൻ രാജിവെക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ നമിക്കണം. ഈ ജൻസികളെല്ലാം പോയിട്ട്, ഈ പാർട്ടികളെല്ലാം പോയിട്ട് ഇവന്മാരുടെ മുമ്പിൽ നമിക്കേണ്ടതാണ്. കാരണം മന്ത്രി അല്ലല്ലോ, സിസ്റ്റം എന്താണ് നടന്നതെന്ന് അന്വേഷിക്കുകയല്ല ആദ്യം വേണ്ടത്. ഈ മന്ത്രിയാണ് ഈ ചോദ്യപേപ്പർ ലീക്ക് ആക്കിയെങ്കിൽ മന്ത്രി പോകണം. അതാണ് അവിടെ ഉയർന്ന ചോദ്യം. അവരൊരിക്കലും മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, CBI അന്വേഷണം വേണം, ഞങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിൽ വിശ്വാസമില്ല, CBI അന്വേഷണം വരട്ടെ, ഞങ്ങൾ അതിനെ വിശ്വസിക്കുന്നു എന്നിവർ പറയുന്നു. ഇത് തന്നെ ഈ പാർട്ടികൾക്ക് പറയാൻ പറ്റില്ല. പാർട്ടികൾക്ക് വേണ്ട, CBI BJP-ക്കാരുടെ പാർട്ടി സംഘടനയായിട്ട് പാർട്ടികൾ കാണുന്നുണ്ട്, കണ്ടോട്ടെ. പക്ഷെ അവർക്ക് പറയാമായിരുന്നു സംയുക്ത പാർലമെന്ററി കമ്മീഷൻ ഇല്ലെങ്കിൽ ബോർഡ് ഇതിനെ അന്വേഷിക്കണമെന്ന്. ഇല്ലേ? JPC ഇല്ലേ? ഇല്ലെങ്കിൽ പിന്നെ സംയുക്ത എന്തിനും ഏതിനും ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമായത്. എന്തിനും ഏതിനും തുമ്മിയെ പോലും CPM 2 പേര്, കോൺഗ്രസ് 4 പേര്, അവിടുന്ന് പിടിച്ച് ഇവിടുന്ന് പിടിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന ഒരു രാജ്യമാണ്. ചേട്ടാ, നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലോ വന്നത്. അവര് സുപ്രീം കോടതി ജഡ്ജി പാറ്റകൾ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വന്നത്. അങ്ങനെ വന്നിറങ്ങി ആ ഒരു സമരം നയിച്ചപ്പോ ആ സമരം ചീറ്റിപ്പോയി. അപ്പോഴാണ് അങ്ങനെ ചീറ്റിപ്പോയപ്പോഴാണല്ലോ ഇവര് ആക്ച്വലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജൂൺ 20-നോ അല്ല ജൂൺ 19-നാണ് ഇവർ നീറ്റിന്റെ വിഷയം എടുക്കുന്നത്. 21-നാണ് നീറ്റിന്റെ
ആ ഒരു പുനഃപരീക്ഷ നടന്ന് അത് പിന്നീട് ക്ലിയർ ആയത്. അവർക്ക് അതിൽ ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. ഈ സുപ്രീം കോടതി ജഡ്ജിയുടെ ആ ഒരു ഇതിൽ ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവര് എന്താ പറയാ, നമ്മുടെ ഈ പാണ്ടിപ്പടയിൽ ഒരു സീനുണ്ട്, തുമ്പിയെ കിട്ടിയില്ല പകരം ഒരു മുയലിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ മറ്റേ പാണ്ഡിതുറയെ പൊക്കി കാണിക്കുന്ന അതുപോലെ മോദിയെ കിട്ടിയില്ല പകരം ധർമ്മേന്ദ്ര പ്രധാനെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇവര് ക്ലച്ച് പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവർക്ക് ആ നീറ്റ് പരീക്ഷ, എന്ത് വിദ്യാർത്ഥി, എന്ത് കാര്യം എനിക്ക് തോന്നുന്നില്ല. സത്യമാണ്. അത് ഈ ജാർഖണ്ഡിലെ കുട്ടികളുടെ മുമ്പില് ഭയങ്കര ബഹുമാനം തോന്നുകയാണ് കുട്ടികളുടെ. ഇതാണ് നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്ന നാട്. ഒരെണ്ണ സമരം നടന്നതിൽ കൂടെ അല്ലേ ഈ കായൽ സമരം, ഒരെണ്ണ സമരമൊക്കെ നടന്നിട്ടില്ലേ? അതിൽ കൂടെ ഉയർന്നു വന്ന നേതാക്കന്മാരിലെ AK ആന്റണി അടക്കമുള്ളവർ എത്രയോ വിദ്യാർത്ഥി സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിനൊക്കെ സർക്കാർ ചെവി കൊടുത്തിട്ടില്ലേ? കാരണം വിദ്യാർത്ഥി സമരങ്ങൾ അക്രമത്തിലേക്ക് പോവുകയായിരുന്നില്ലല്ലോ കേരളത്തിൽ നടന്ന സമരങ്ങൾ, അല്ലേ? എത്രയോ സമരമാർഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പോട്ടെ, ഇനിയിപ്പോ അക്രമത്തിലേക്ക് പോകാൻ കുഴപ്പമില്ല. ജാർഖണ്ഡിൽ എന്തുകൊണ്ട് അത് പോകുന്നില്ല അക്രമത്തിലേക്ക്? എന്നാൽ അവിടെ സംഘപരിവാർ ആണല്ലോ പ്രതിപക്ഷത്തിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ കുറെ കല്ലിറക്കി കൊടുക്കാം, അവർക്ക് വേണമെങ്കിൽ വടിവാള് തെച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അവർക്ക് തന്നെ ഇതിനകത്ത് നുഴഞ്ഞു കയറി വേഷം മാറി പോലീസുകാർക്ക് എറിയാം. അവിടെ എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. ABP നല്ല ശക്തമായിട്ട് അവിടെ സമരരംഗത്തുണ്ട്. ABP അവിടെ അത്യാവശ്യം സ്ട്രോങ് ഹോൾഡ് ഏരിയ ABPയുടെ ഈ ജാർഖണ്ഡ് എന്ന് പറയുന്നത്. ആ പിള്ളേർ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആരും ഉണ്ടാക്കിയിട്ടില്ലത്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അവർ മന്ത്രി രാജിവെക്കണം എന്നല്ല അവർ പറയുന്നത്. ഇന്നലെ 15 ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു, പരീക്ഷ റദ്ദാക്കി. അവർ പറഞ്ഞത് അത് പോരാ, ഇതിനകത്ത് ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള ഇത് മുഴുവൻ അന്വേഷിക്കാൻ ഒരു പുറത്തുനിന്നൊരു ഏജൻസി വരണം. കാരണം പിള്ളേർ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. പിള്ളേർ പറയുന്നത് ഇത് മറിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കിയതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ചു കൊടുക്കുമ്പോൾ ഒരു എമൗണ്ട് കിട്ടുമല്ലോ, മണ്ടന്മാരില് പിള്ളേർ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുമല്ലോ. അപ്പൊ അതാണ് അവർ പറയുന്ന കാര്യം. ന്യായമായ ഒരു ആവശ്യമാണ്. ഇതാണ് യഥാർത്ഥ ജൻസി സമരവും. ഇതാണ് കാണണമെങ്കിൽ ജാർഖണ്ഡിലേക്ക് കണ്ണു തുറന്ന് നോക്കണം. എല്ലാ രക്ഷകർത്താക്കളും ഈ വാർത്ത തങ്ങളുടെ കുട്ടികളെ ഒരു 2 മിനിറ്റെങ്കിലും ഈ തനുഷ് ആദ്യം കാണിച്ച വിഷ്വൽസ് നിർബന്ധമായും കാണിക്കണം. ഇതാണ് സമരം, കറക്റ്റ് സമരം. അവിടെ എങ്ങനെ ഒരു കല്ല് വീണിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഈ മലയാള മാധ്യമങ്ങൾ എങ്ങനെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്? സംഘപരിവാർ ഇളകി, RSSകാർ കല്ലെറിഞ്ഞു, ബജരംഗകളിൽ കുത്തിവലത്തി എന്ന് പറയുമായിരുന്നു. അവിടെ ബജരംഗകളും കുന്തമൊന്നുമില്ല. ഈ പിള്ളേർ എന്ന് വെച്ചാൽ സ്വതന്ത്രമായ കുട്ടികളാണിത്. അല്ല, കള്ളം പറഞ്ഞല്ല, ഇത് സ്വതന്ത്രമായ കുട്ടികളാണിത്. അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അവിടെ ഒരു കൊടിയൊന്നുമില്ല. ഈ പിള്ളേരെല്ലാം കൂടെ അവിടെ സംഘടിച്ച് വന്നു. പിന്നെ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് BJPയുടെ സെപ്പറേറ്റ് സമരം നടക്കുന്നുണ്ട്. ഇന്ന് അവര് ഹേമന്ത് സോറിന്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തിയായിരുന്നു. പിന്നെ ABP സെപ്പറേറ്റ് സമരം നടത്തുന്നുണ്ട്. അവരാരും ഈ സമരത്തിന് പിന്തുണ കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അവരാരും ഇതിനകത്തോട്ട് ഇടിച്ചു കയറിയിട്ട് അതിനകത്ത് കയറി മെഴുകാനൊന്നും അവരാരും നിൽക്കാറില്ല. അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പിന്തുണ കൊടുക്കാമല്ലോ. ഇപ്പൊ ഈ കേരളത്തിൽ ഇരിക്കുന്ന നമ്മൾ ആ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടല്ലേ ഇങ്ങനൊരു വാർത്ത നമ്മൾ അവതരിപ്പിക്കുന്നത്.